ഹായ്, നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടീഷൻ ഫോർമാറ്റിംഗ് ആണ്. ഇത് കണ്ടീഷൻ ഫോർമാറ്റിംഗ് എങ്ങനെയാണ് എക്സലിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അതെങ്ങനെ ചെയ്യാം എന്നൊക്കെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്കിപ്പോൾ കുറച്ച് ഡേറ്റ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കണ്ടീഷൻ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമുക്കിവിടെ കോളം ബി എന്ന കളത്തിൽ കുറച്ച് ഡേറ്റ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കതിൽ ജാനുവരി എന്നുള്ളത് മാത്രം ഒരു കളറിലേക്ക് മാറ്റാം. അതെങ്ങനെയാണെന്ന് നോക്കുക. ഞാൻ സെലക്ട് ചെയ്ത ശേഷം ഹോമിൽ കണ്ടീഷൻ ഫോർമാറ്റിംഗ് എന്നുള്ള മെനുവിൽ വരിക. അതിൽ നിന്ന് നമുക്ക് ഈക്വൽ ടു എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ജസ്റ്റ് ജാനുവരി ടൈപ്പ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കിവിടെ കളർ ചേഞ്ച് ചെയ്യുന്ന കാണാം. ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ കളർ തന്നെ അപ്ലൈ ആവും. നമുക്ക് വേണമെങ്കിൽ കളർ ഇവിടെ ചേഞ്ച് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം വേറൊരു ഓപ്ഷൻ ഉള്ളത് യെല്ലോ എന്നുള്ള ഓപ്ഷൻ വരും. ഡീഫോൾട്ടായിട്ടുള്ള ഓപ്ഷൻസാണ് ഇതൊക്കെ. ഗ്രീനുണ്ട്. പിന്നെ നമുക്ക് കസ്റ്റം കളർ സെലക്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമിൽ പോയിട്ട് ശേഷം ഫിൽ എന്നുള്ളതിൽ പോവുക. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാം. ബോർഡർ വേണമെങ്കിൽ ബോർഡർ കൊടുക്കാം. ഓക്കെ കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് കൊടുത്ത അതേ ഫോർമാറ്റിംഗ് ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്പറിൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ചെക്ക് ചെയ്യാം. സെലക്ട് ചെയ്യുക, ഡേറ്റ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നമ്മൾ കണ്ടീഷൻ ഫോർമാറ്റിൽ പോകുക. ഹെൽഡ് റൂൾസ് പോയ ശേഷം തന്നെ ഈക്വൽ ടു അല്ലെങ്കിൽ എഴുതാൻ പോവുക. നമുക്ക് ലെസ് ദാൻ എന്നുള്ള ഓപ്ഷനിൽ പോകാം. ലെസ് ദാൻ 80 ആണ്. ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ കൊടുക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് ഇതിൽ പോയിട്ട് കസ്റ്റമർ ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, പോയിട്ട് കസ്റ്റമർ പോയിട്ട് ഫോണ്ട് നമുക്ക് റെഡ് ആക്കാം. ഓക്കെ, ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും 80ക്ക് താഴെയുള്ള എല്ലാം റെഡിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് കണ്ടീഷൻ ഫോർമാറ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത്. ഇത് കൂടാതെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ബിറ്റ്വീൻ, ടെക്സ്റ്റ് കണ്ടെയ്ൻസ്, ഇതുപോലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കിതെല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.